പരംശാന്തി. എന്താണ് ആധ്യാത്മികം? ഈ ആധ്യാത്മികം കേൾക്കുമ്പോൾ തന്നെ മനുഷ്യന്മാർക്ക് വിഷം ഉള്ളിലേക്ക് ഇറക്കുന്ന പോലെയാണ് കേൾക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മനുഷ്യന്മാരെ നന്നാകുന്നത്? മനുഷ്യന്മാരുടെ വീട്ടിൽ കഷ്ടപ്പാട്, ബുദ്ധിമുട്ട്, ദുരിതങ്ങൾ, പലതരത്തിലുള്ള ദുരിതങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള കഷ്ടപ്പെടുകയാണ് മനുഷ്യന്മാർ. അതെങ്ങനെയാണ് കഷ്ടപ്പെടുന്നത്? ഒന്ന് കഴിഞ്ഞ ജന്മത്തിലെ പാപപുണ്യങ്ങളാകും, ഒന്ന് ഈ ജന്മത്തിലെ പാപങ്ങളാകാം. എല്ലാം കഴിഞ്ഞ ജന്മത്തിലെ പാപങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്നത്. ഈ ജന്മത്തിൽ പാപങ്ങളും നമ്മളിപ്പോൾ പ്രസൻറ്റിലായിട്ട് അനുഭവിക്കുന്നുണ്ട്. പനികളും ജലദോഷങ്ങളും അതുപോലെ പലതരത്തിലുള്ള ചെറിയ ചെറിയ കഷ്ടപ്പാടുകളെല്ലാം ഈ ജന്മത്തിലെയാണത്. അത് കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് പറയാൻ സാധിക്കില്ല. മാക്സിമം കഴിഞ്ഞ ജന്മത്തിൽ പാപങ്ങൾ നമ്മൾക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന് എന്ത് ചെയ്യണം? ആ കർമ്മങ്ങളെല്ലാം ഇല്ലാതാക്കണം. നമ്മൾ ജന്മാന്തരത്തിലുള്ള കർമ്മങ്ങളെയാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അത് എങ്ങനെയാണ് ഇല്ലാതാക്കേണ്ടത്? അതിനാണ് ആധ്യാത്മികം പഠിക്കണം എന്ന് പറയുന്നത്. ആധ്യാത്മികം പഠിച്ച എന്താണ് കർമ്മങ്ങൾ എന്താണെന്ന് പഠിക്കണം. എത്ര തരത്തിൽ കർമ്മങ്ങൾ ഉണ്ട് എന്ന് പഠിക്കണം. എന്താണ് മുക്തി, ജീവൻ മുക്തി എന്താണെന്ന് പഠിക്കണം. ഇതെല്ലാം അറിയണം. അറിയാത്ത ഒരാൾ എനിക്ക് കഷ്ടപ്പാട് വന്നു, ദുരിതങ്ങൾ വന്നു പറഞ്ഞിട്ട് കരഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. കാരണം എന്താണ്? അവർ ചിന്തിക്കുന്നത് അത് നടക്കുന്നില്ല. അപ്പോൾ അവിടെ ആ വീട്ടുകളിൽ ശണ്ടയും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരും. പക്ഷേ അങ്ങനെ വന്നിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾക്ക് എന്താണ് വേണ്ടത്? നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് നടക്കണം. അത് നടക്കാൻ എന്ത് ചെയ്യണം? ആത്മാവിൽ പവർ വേണം. ആത്മാവിൽ ഏകദേശം ഈ ലോകത്ത് 800 കോടി ജനതയുണ്ട്. ആ 800 കോടി ജനതയിൽ കുറച്ച് മാത്രമാണ് ആത്മാവിൽ പവർ ആയിട്ടുള്ള മനുഷ്യന്മാർ. അത് ഹിമാലയത്തിലാകാം, അങ്ങനെ പലതരത്തിലാകാം. എങ്ങനെയാണ് ഈ പവർ നമ്മുടെ ആത്മാവിൽ വരുന്നത്? അത് ആദ്യം അറിയണം. അതുപോലെ കർമ്മങ്ങൾ എങ്ങനെയാണ്, എത്ര പ്രകാരം കർമ്മങ്ങളുണ്ട്, എങ്ങനെയാണ് കർമ്മങ്ങൾ ചെയ്യേണ്ടത്, അതെല്ലാം അറിയണം. പക്ഷേ നമ്മളെന്ത് ചിന്തിക്കും? എങ്ങനെയാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നത്? ചെയ്തു കഴിഞ്ഞാൽ വേറെ ആൾക്കാർ എന്ത് ചിന്തിക്കും? പലരും നമ്മളോട് ദേഷ്യം ഭാവിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നമ്മൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ഒരാളെ തിരിഞ്ഞു നോക്കില്ല. കാരണം അതാണ്, ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല കഷ്ടപ്പാടുകൾ വന്നാൽ. അപ്പോൾ നമ്മളെ തന്നെ സേഫ്റ്റി ആക്കേണ്ടതുണ്ട്. അതിനാണ് പറഞ്ഞത് ആധ്യാത്മികം സ്വീകരിക്കൂ. കർമ്മങ്ങൾ എന്താണെന്ന് അറിയൂ, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. അല്ലാതിരുന്നാൽ നിങ്ങൾക്ക് ഈ ജന്മമല്ല, എത്ര ജന്മം ചെയ്താലും മുക്തിയും ഉണ്ടാവില്ല, ജീവൻ മുക്തി ഉണ്ടാവില്ല. ജീവൻ മുക്തി എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പോൾ മുക്തമാവുന്നതാണ് ജീവൻ മുക്തി എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഇതറിയണം. അതുപോലെ മുക്തി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങൾ, കഴിഞ്ഞ ജന്മത്തിലെ കർമ്മങ്ങൾ എങ്ങനെ നശിപ്പിച്ചാൽ മാത്രമാണ് മുക്തി. അതാദ്യം ചിന്തിക്കണം. ഒരിക്കൽ കർമ്മങ്ങളെ ഇല്ലാതാക്കാതിരുന്നാൽ ഒരിക്കലും മുക്തി നിങ്ങൾക്ക് സാധിക്കില്ല. വീണ്ടും ജനനം അത് സുനിശ്ചിതമാണ്. പരംശാന്തി.